ലീഗലായിട്ട് കിച്ചുവിന് അവരോട് ഇറങ്ങാൻ പറയാനും അല്ലെങ്കിൽ അവരെ ഇറക്കി വിടാനുള്ള അധികാരം കിച്ചുവിനുണ്ട്. എൻ്റെ അടുത്ത് കിച്ചു പറഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുക്കും, അല്ലാതെ ഇവരൊന്നും പറഞ്ഞാൽ ഞാൻ ചെയ്തു കൊടുക്കില്ല. വെച്ചു തന്ന വീഡിയോ ഇട്ട് എന്താ സത്യം? ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടില്ലേ, എന്നെ വിളിച്ചായിരുന്നു, സംസാരിച്ചായിരുന്നു. എങ്ങനെ ഈ രേണുവിന് കിട്ടിയ ട്രോഫികളെല്ലാം ഒരു ടിവിയുടെ അടിയിൽ ഒരു ഷോക്കേസിന്റെ മേലെ വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഫിറോസ്ക വെച്ചു കൊടുത്ത വീടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുക. ഇപ്പൊ ഫിറോസ്ക പറഞ്ഞ പല വാക്കുകളും ആളുകൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ വിചാരിച്ചത് തന്നെ നടന്നു. വീണ്ടും രേണുസുതിക്ക് ആ ഒരു സപ്പോർട്ട് കുറച്ച് ആളുകൾക്കെങ്കിലും വീണ്ടും തോന്നുന്നു എന്നുള്ളതാണ്. അതായത് എന്തിനാണ് ആ രണ്ട് മക്കളെ നോക്കാൻ കഷ്ടപ്പെടുന്ന സ്ത്രീയെ ഉപദ്രവിക്കുന്നത് ഫിറോസ്ക എന്ന് വരെ ചോദിച്ചു തുടങ്ങി. എപ്പടി ഇവർക്ക് ആ ഒരു വീട് അദ്ദേഹം ദാനം നൽകിയത് തന്നെയാണ്, ഒരു തർക്കോ കാര്യത്തിൽ വേണ്ട. ആ ഒരു ദാനം കിട്ടിയ വസ്തു പൊന്നുപോലെ നോക്കിയിരുന്നെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചില്ലായിരുന്നുവെങ്കിലും രേണുസുതിയെ ആരും കുറ്റം പറയാനോ ഫിറോസ്കയെ പോലെയുള്ള ആളുകൾ രംഗത്ത് വരാനോ സാധ്യതയില്ലായിരുന്നു. പക്ഷേ പറയേണ്ട സ്ഥലങ്ങളിൽ എന്ത് പറയണമെന്നറിയാതെ മണ്ടത്തരം പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഏറി കയറിയത്. ഇപ്പൊ ദാ ഫിറോസ്ക എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള മേഖലയാണ്. ആ ഒരു കോമ്പറ്റീഷനിൽ നിൽക്കുന്ന ശത്രുക്കളായ ആളുകൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. അയാൾ ഉണ്ടാക്കി കൊടുക്കുന്ന വീടുകൾ തകർന്നു തരിപ്പണമാകും, ചോർന്നൊലിക്കുന്നുണ്ട്. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം അതിനു വേണ്ടിയിട്ടാണ് യൂട്യൂബർമാർ വരുമ്പോൾ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. രേണുവിനെ പോലെ ഏത് യൂട്യൂബർമാർ വന്ന് എന്ത് ചോദിച്ചാലും മറുപടി പറയുന്ന ഒരാളായിട്ട് ഫിറോസ്കയെ നിങ്ങൾ കാണരുത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, കിച്ചുവിന്റെ ഒരു ലൈവ് നിങ്ങൾ കണ്ടല്ലോ. ആ ലൈവ് ഏകദേശം 45-49 മിനിറ്റ് ഉണ്ട്. ആ 49 മിനിറ്റിനിടയിൽ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഫിറോസ്ക പറയുന്ന കാര്യങ്ങളെ സാധൂകരിക്കുന്നതും, ഒന്ന് രേണുസുതി അല്ലെങ്കിൽ രേഷ്മ തങ്കപ്പൻ പറഞ്ഞ ഒരു കാര്യത്തെ എതിർക്കുന്നതുമാണ് എന്നുള്ളതാ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. ഞാൻ വളരെ സെൻസിറ്റീവ് ആയിട്ട് ഒരാളാണ്. നമ്മൾ എന്താ പറയുക, ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ സിൻസിയറായിട്ട് നമ്മൾ ചെയ്യും. അതിനൊരു ഓപ്പോസിറ്റ് റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യും. അങ്ങനെ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഹർട്ടായി പോയി, ഭയങ്കര ഇമോഷണൽ. എന്താ വെച്ചാൽ ഇന്നലെ കാലത്ത് ഞാൻ എൻ്റെ മൊബൈൽ എടുത്ത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് വാട്സപ്പിൽ വന്നുള്ളത് രേണുവിൻ്റെ വീഡിയോ ആയിരുന്നു. ഏകദേശം ഒരു 5-10 ആൾക്കാർ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇമോഷണലായി പോയി. രാവിലെ തന്നെ നമ്മൾ ഒരു വിഷമം ഇതായപ്പോൾ പിന്നെ എനിക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കണം തോന്നി. കുറച്ചൊന്ന് റിക്കവർ ആയപ്പോൾ ഒരു വീഡിയോ ഇട്ടു. പക്ഷേ വീഡിയോയിൽ വീണ്ടും പറഞ്ഞു നോക്കുമ്പോൾ വീണ്ടും ഇമോഷണലായി പോയി. സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഇമോഷണൽ ആവുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായ മാനനഷ്ടത്തിന് ആൾക്ക് കേസ് വരെ കൊടുക്കാം എന്നുള്ള ഒരു കാര്യം ഇദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ട്. ഒരു കേസ് കൊടുത്താൽ പോലും അത് രേണുവിനെ ബാധിക്കും. പക്ഷെ ആ ഒരു സ്ത്രീയെ ബഹുമാനിക്കുന്നത് കൊണ്ട് തന്നെ രേണുവിനെതിരെ അങ്ങനെ ഒരു പരാതിപ്പെടാൻ ആള് തയ്യാറല്ല. അതൊരു നല്ല ക്വാളിറ്റിയാണ്. നന്മ ചെയ്യുന്ന മനുഷ്യന്മാർക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാവും. തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ക്വാളിറ്റിയുടെ കാര്യം പിന്നെ പറയേണ്ടതായിട്ടില്ലല്ലോ. ഒരു പൊട്ടിപ്പൊളിഞ്ഞ് വീഴാറായ ആസ്പെറ്റോസ് കൊണ്ട് മേൽക്കൂര മറച്ച ഒരു വീട്ടിൽ താമസിച്ചിരുന്ന രേണുവിനെ മാളിക പോലെയുള്ള വലിയൊരു വീട്ടിലേക്ക് എത്തിക്കാൻ ഇദ്ദേഹത്തിനെ പോലെ കുറെ ആളുകൾ ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ട് അവരവിടെ എത്തുകയും അതിനുശേഷം അവരുടെ തനി സ്വഭാവം കണ്ടു എന്നുള്ളതാ. ഒരു കാര്യം ഇദ്ദേഹം പറയുന്നുണ്ട്. അതായത് അദ്ദേഹം എന്തോ ഒരു ഷൂട്ടിങ്ങിന് ആവശ്യത്തിന് ആ വീട് ചോദിച്ചപ്പോൾ 15,000 രൂപ ആവശ്യപ്പെട്ടു എന്നുള്ളൊരു കാര്യം. അതിലേക്ക് നമുക്ക് വരാം. ആദ്യം ഈ ഒരു വിഷയത്തിൽ കടക്കാം. ഇതിനിടയിൽ പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല. ഈ ഫിറോസ്ക എന്ന് പറയുന്ന വ്യക്തിയെ രഘുനാഥ് എന്ന ഒരു സിനിമാ നടൻ മായപ്പന്മാനിലൊക്കെ വില്ലനായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ഫേസ് കട്ട് എവിടെ പറയാൻ പാടുമെന്ന് എനിക്കറിയില്ല, എന്നാലും വെറുതെ പറഞ്ഞെന്നുള്ളൂ, അല്ല പെട്ടെന്ന് തോന്നിയതട്ടാ. ഓക്കെ, അപ്പൊ അയാളുടെ ബിസിനസിനെ വലിയ രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് തുരുതുരാ മെസ്സേജുകൾ അയക്കുന്നു. ഇതാ രേണു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ബിൽഡിംഗ് ഇത്രയൊക്കെ മോശമാണോ, ക്വാളിറ്റി കുറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ ആൾക്കുണ്ടാവുന്ന ആ ഒരു വിഷമം അയാൾ തുറന്നു പറയും. അതായത് ഒരു നന്മ ചെയ്തിട്ട് ആ നന്മ അവസാനം പെരടിയിൽ കല്ലിട്ടതിന് തുല്യമായെങ്കിൽ എന്താ ചെയ്യുക? അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. രേഷ്മ അതൊക്കെ കൃത്യമായിട്ട് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ മണ്ടത്തരം പറ്റിപ്പോയി. എന്ത് ചെയ്യാനാണല്ലേ. ഓക്കെ, തുടർന്ന് കേൾക്കാട്ടാ. ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിരുന്നു, അത് സ്ക്രിപ്റ്റഡ് ഇന്റർവ്യൂ ആയിരുന്നു. അത് നിങ്ങളിപ്പോൾ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഉള്ള ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. പക്ഷേ ആ ചോദ്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. വഴിയെ പോകുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു യൂട്യൂബർ വന്നിട്ട് നിങ്ങൾ വീട് ചോരുന്നുണ്ടോ, എവിടെയെല്ലാം ചോരുന്നുണ്ട്, അപ്പോൾ ഒരു ഹാൾ ചോരുന്നുണ്ട്, പിന്നെ ബെഡ്റൂമിൽ ചോരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സ്ക്രിപ്റ്റഡ് അല്ല അത്. അപ്പോൾ അത് രേണു പ്ലാൻ ചെയ്തിട്ട് മീഡിയയിലൂടെ അറിയിപ്പിക്കുകയാണ് അത് ചെയ്തത്, അത്രേ ഉള്ളൂ. ആ ഒരു കാര്യം എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. അതായത് രേണുവിന്റെ വീട്ടിൽ ചോരുന്നുണ്ട് എന്ന് എങ്ങനെയാണ് ആ ഒരു വീഡിയോ എടുക്കുന്ന ആൾ മനസ്സിലാവുന്നത്? അതൊരു ചോദ്യമാണല്ലോ. വീട് ചോരുന്നുണ്ടെന്ന് അദ്ദേഹം എങ്ങനെ മനസ്സിലാക്കി? അത് ചോരുന്നുണ്ടോ എന്ന ചോദ്യം രണ്ട് രീതിയിൽ ചോദിക്കുന്നുണ്ട്. എവിടൊക്കെ ചോരുന്നുണ്ട് ചോദിക്കുന്നുണ്ട്. എനിക്കൊരു സംശയം ഉള്ളത് തന്നെയായിരുന്നു. പക്ഷെ പൂർണ്ണമായിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റില്ല. അത് കോയിൻസിഡന്റ് ആയിട്ട് ചിലപ്പോൾ അറിയാണ്ട് ചോദ്യമായിരിക്കാം. പറയേണ്ട മറുപടി അതായിരുന്നില്ല. അതെ, അങ്ങനെ ഒരു പ്രശ്നമില്ല. ചെറുതായി ചീതലടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതിപ്പോ എൻറ്റയർലി ഈ ഒരു സ്ഥാപനത്തിനെതിരെ പറഞ്ഞതുപോലെയും ആ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുത്ത മനുഷ്യനെ തന്നെ ഇവര്
പലതവണ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ആൾ പുറത്തേക്ക് പറയാ. അങ്ങനെ ഓരോ കാര്യങ്ങൾ പുറത്തേക്ക് വന്നു എന്നുള്ളതാ. ഓക്കെ, ഓരോ കാര്യങ്ങൾ പുറത്തേക്ക് വന്നു. ഈ ഒരു സമയത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് രേണുസുതി പറയുന്ന ഒരു കാര്യമാണ്, ഓക്കെ കറണ്ട് പോയി ആകെ ഇരുട്ടായി, അപ്പൊ ഞാൻ നേരെ വാർപ്പിന്റെ മുകളിലേക്ക് കയറിയതാണ്, വിഷയത്തിൽ കിടക്കാം. അതായത് എന്ത് വിഷയം ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ ആര് ചെയ്തതാ? കിച്ചു ചെയ്തതാണെന്നാ പറയുന്നത് അല്ലെ. ഇപ്പൊ കൊല്ലം സുധിയുടെ ബോഡി അടക്കം ചെയ്തൊരു വിഷയം, ഈ ഒരു വിഷയത്തില് 18 വയസ്സായിട്ടുള്ള ഒരു മകൻ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഒക്കെയാണ്, പക്ഷെ അതിനുള്ള പക്വതയുള്ള ആളാണെന്നും നമുക്കറിയില്ലല്ലോ അല്ലെ. ആദ്യം നമുക്ക് രേണു പറഞ്ഞത് കേൾക്കാം, അതിന് മറുപടി കിച്ചു പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അതും കേൾക്കാം. ഭാഗ്യവശാൽ തന്നെ പറയാം, ഭാഗ്യമില്ലാതെ പെട്ടെന്നൊരു മരണം വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ കിളി പാഞ്ഞ ഒരു അവസ്ഥയായിരുന്നു. എനിക്കൊന്നും ഓർമ്മയില്ല. കാണുമ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലോ കാണിച്ചത്, ഇങ്ങനെയൊക്കെ സൂചിച്ചേട്ടന്റെ ഡെഡ് ബോഡിയോട് സംസാരിച്ചല്ലോ എന്നൊക്കെ ഞാൻ പിന്നീടാണ് ഇത് കാണുന്നത്. അപ്പൊ അന്ന് എല്ലാരും ചോദിച്ചപ്പം കിച്ചുവാണ് പറഞ്ഞത്, അച്ഛൻ അമ്മയുടെ കൂടെ പള്ളിയിൽ പോകുന്നതാ ഞാൻ കണ്ടിട്ടുള്ളത്, അച്ഛനെ അച്ഛൻ പോകുന്ന ആ പള്ളിയിൽ അടയ്ക്കാൻ മതി എന്ന് കിച്ചുവാണ് പറഞ്ഞത്. അന്ന് മോന് 18 വയസ്സുണ്ട്, അവനാണ് അത് പറഞ്ഞത്. ഓക്കെ, കിച്ചു ആണത് പറഞ്ഞത്, കിച്ചു ആണത് പറഞ്ഞത്. കിച്ചു എന്താണ് പറഞ്ഞതെന്ന് കിച്ചു തന്നെ പറഞ്ഞതെന്ന് കേട്ടോക്കാലോ, കേൾക്കാം. കിച്ചു പറഞ്ഞിട്ടുണ്ടോ അച്ഛനെ പള്ളിയിൽ അടക്കിയത്? പള്ളിയിൽ അടക്കിയത് ആ ടൈമിൽ എനിക്ക് സത്യം പറഞ്ഞ ഒരു അറിയില്ലായിരുന്നു. എൻ്റെ അടുത്ത് ആരൊക്കെ എന്തൊക്കെയൊന്ന് പറയുന്നത്, അപ്പം ഞാൻ അവിടെ തന്നെ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തു. അപ്പം അങ്ങനെ ചെയ്തതാണ്. കേട്ടില്ലേ? അവന് അതിനുള്ള പക്വത ആവാത്ത പ്രായത്തിലാണ് അത് ചോദിച്ചിട്ടുള്ളത്. അവന്റെ അച്ഛന്റെ ഫാമിലിയോടാണ് ചോദിക്കേണ്ടത്. അപ്പൊ അവരുടെ ഫാമിലി പറയും, എൻ്റെ മകനെ എൻ്റെ വീട്ടിൽ തറവാട്ടിൽ അടക്കം ചെയ്യാൻ. കാരണം ഹൈന്ദവ മതവിശ്വാസ പ്രകാരം കുറെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ആണ്ടുതോറും അത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് രേഷ്മക്ക് അറിയുന്ന കാര്യമായിരിക്കല്ലോ അല്ലേ. പക്ഷെ രേഷ്മ അത് നേരെ കിച്ചുവിന്റെ തലയിലോട്ട് കയറ്റിവെച്ചു. കിച്ചുവിന് ഒന്നും അറിയില്ല, പാവം. അന്നും അത്ര പക്വതയില്ല, ഇന്നും അത്ര പക്വതയില്ല. അവന്റെ വീഡിയോ കാണുന്ന ഏതൊരു മനുഷ്യൻ അത് മനസ്സിലാവും എന്നുള്ളതാണ്. ഇനിയും അത് അവന്റെ തലയിലേക്ക് കയറ്റിവെക്കുന്നത് ശരിയാണോ? ശരിയല്ല അല്ലേ. ഓക്കെ, ഇനി ഫിറോസ്ക പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഫിറോസ്ക വിളിച്ചിരുന്നു എന്നൊരു കാര്യം ആദ്യം അത് കേൾക്കാം. അതിനുശേഷം കിച്ചു തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് ഇദ്ദേഹം വിളിച്ചതുമായി ബന്ധപ്പെട്ടിട്ട്, അതും കേൾക്കാട്ടോ. വീഡിയോയിൽ പറയുന്നത് കിച്ചനെ വിളിച്ച് സംസാരിച്ചിരുന്നു, കിച്ചന് എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറയാം. അങ്ങനെ പറയേണ്ടായ സാഹചര്യം കിച്ചനെ വിളിച്ചപ്പോൾ എന്താ ഒരു ഫീൽ ചെയ്തത്? അവന്റെ മനസ്സ് കിച്ചനെ വിളിച്ചപ്പോൾ കിച്ചന് ഭയങ്കര ഫീലിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ കിച്ചൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ലെങ്കിൽ കിച്ചന് അവിടെ വന്ന് നിൽക്കാൻ പറ്റാത്തതിലുള്ള വിഷമം, സ്വന്തമായിട്ടൊരു നല്ലൊരു വീടുണ്ടായിട്ട് അവിടെ സ്വാതന്ത്ര്യത്തോടു കൂടെ കിച്ചോടെ ഒറ്റപ്പെട്ട, കിച്ചു മീൻസ് ലൈക്ക് കിച്ചു ആസ് എ സ്ട്രേഞ്ചറാണ് അവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് കിച്ചു ഒരു സ്ട്രേഞ്ചറാണ് വീട്ടിൽ. ഓക്കെ, കിച്ചു ഒരു സ്ട്രേഞ്ചർ ആയിട്ട് തന്നെയാണ് നമുക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് എന്നുള്ളതാണ്. കാരണം ഋതപ്പം പറയുന്നുണ്ട് ഇനിയും വരണേ എന്നുള്ളത്. അപ്പൊ അങ്ങോട്ട് പോവാറില്ല. അവനത് ഫീൽ ഉണ്ടാവാ എന്നുള്ളതല്ല, അവൻ ഒരു ലൈവ് വീഡിയോ ഇട്ടു. ആ ലൈവ് വീഡിയോയിൽ വന്ന കമന്റുകൾക്ക് സെലക്റ്റീവ് ആയിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. കുറെ ലവും ലൈക്കും ആണെങ്കിൽ പോലും അവൻ അനുകൂലിക്കുന്നു എന്ന് തന്നെയാണ് അതിനർത്ഥം. ഇനി അത് കിച്ചുവിന്റെ വായിലൂടെ തന്നെ ഒന്ന് കേൾക്കാം. വെച്ചു തന്ന വീഡിയോ ഇട്ട് എന്താ സത്യം? ഒരു വീഡിയോ ഇട്ടിട്ടില്ലേ അല്ലേ? എന്നെ വിളിച്ചായിരുന്നു, സംസാരിച്ചായിരുന്നു, രാവിലെ വിളിച്ചായിരുന്നു. കേട്ടില്ലേ? അവന്റെ ലൈവിൽ ചോദിച്ച ആളുകൾ, അതായത് അങ്ങനെ വിളിച്ചിരുന്നു എന്നുള്ളത്, അവൻ സമ്മതിക്കുന്നു വിളിച്ചിരുന്നു എന്നുള്ള ഒരു കാര്യം. തീർച്ചയായിട്ടും അപ്പോ അദ്ദേഹത്തിനോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാകാം. പിന്നെ കിച്ചുവിനോട് സംസാരിച്ച എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആ സുഹൃത്തും പല കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ട്. നമുക്കതെന്തായാലും ഇപ്പൊ പറയണ്ട. എനിക്ക് തോന്നുന്നത് ഈ ഒരു വിഷയത്തോട് കൂടിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ഇത് വലിച്ചു നീട്ടേണ്ട കാര്യമില്ല. പക്ഷെ ഇത് ഇന്നലെ ഞാൻ ആ ലൈവ് മുഴുവൻ കണ്ടപ്പോഴാണ് കിച്ചു അതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായത്. അതുകൊണ്ടാണ് അത് ഇവിടെ കൊടുന്നിട്ടത്. ഓക്കെ, ഇനി നേരെ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാര്യങ്ങൾ, വീട്ടിൽ കയറി വീഡിയോ എടുക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഫിറോസ്കിയും പറയുന്നുണ്ട്, അതിനെ കുറിച്ചിട്ട് കിച്ചുവും പറയുന്നുണ്ട്. അപ്പോൾ അത് കിച്ചുവിന് അതിൻ്റെതായ വിഷമങ്ങളുണ്ട്. പിന്നെ കിച്ചുവിൻ്റെ ഒരു അനിയനാണ്, കിച്ചുവിൻ്റെ അച്ഛൻ്റെ മകനാണ് ഋതപ്പൻ. അതുകൊണ്ടാണ് ആരും ഇല്ലാത്ത സമയത്ത് ഒരു പക്ഷേ ഋതപ്പനെ കാണണമെന്ന ഒറ്റ ആഗ്രഹം കൊണ്ട് അവനവിടെ പോയതും ഋതപ്പനായിട്ടുള്ള വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തതും. കിച്ചുവിന് ഒരുപാട് വിഷമമുണ്ട് അവിടുത്തെ ആ സിറ്റുവേഷൻ കണ്ട്. എനിക്ക് തോന്നുന്നു കിച്ചു അറിഞ്ഞുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ വീടിൻ്റെ ഒരു അവസ്ഥ നാട്ടുകാർ കാണണമെന്നുള്ള രീതിയിലായിരിക്കും ഒരു പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്ത് പുറത്തിട്ടുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. ആ ഒരു വീഡിയോ അദ്ദേഹം മനഃപൂർവ്വം എടുത്തതാണോ? ഒരു ഡൗട്ടില്ലേ? നമുക്ക് നോക്കാം. പിന്നെ അന്ന് ഞാൻ കോട്ടയത്ത് പോയത് അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ എന്നുള്ള രീതിയിലല്ല ഞാൻ പോയത്. ജസ്റ്റ് അവനെ കാണണം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പോയതാണ്. എനിക്ക് അച്ഛൻ്റെ മറ്റേ ഇൻഷുറൻസിന്റെ കേസ് ഒക്കെ നടത്തുന്നുണ്ട്, അതിന്റെ പേപ്പർ കൊടുക്കാനായിട്ട് പോയപ്പോൾ ജസ്റ്റ് അവനെ കയറി കാണാനുള്ള രീതിയിൽ കയറിയതാണ്. അപ്പം അങ്ങനെ ഒരു വീഡിയോ എടുത്ത് കിട്ടുന്നേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് അല്ലാതെ അതിനെ നമ്മൾ മോശമാക്കണമെന്ന് വിചാരിച്ചിട്ടോ ഒന്നും നമ്മൾ ചെയ്തില്ല. കേട്ടില്ലേ? ആരെയും മോശമാക്കണം എന്ന് കരുതി ചെയ്തതല്ല. അതിലും ഒരു സ്ട്രേഞ്ചർ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ, മനഃപൂർവ്വം എടുത്തതല്ല എന്നാ പറയുന്നത്, എടുത്തതായിരിക്കില്ല. എന്നാലും ആ ഒരു വീഡിയോ വേണ്ടി വന്നു ജനങ്ങൾക്ക് കൊല്ലം സുധിയോട് രേണുവിന് എത്ര ഇഷ്ടമുണ്ട് എന്ന് മനസ്സിലാക്കാൻ.
കൊള്ളാം, തുടർന്ന് കേക്കാട്ടാ. ഞങ്ങളടുത്ത് അവര് 15,000 രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈവൻ ദോ ഞാൻ രേണുസുതി അവരെ അച്ഛൻ ആരോ 15,000 രൂപ ചോദിച്ചു അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈവൻ ദോ ഞാൻ പറഞ്ഞു ഫിറോസ്ക പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിളിക്കുന്നതെന്ന് പോലും പറഞ്ഞു. എന്നിട്ട് അവരത് പൈസ ചോദിച്ചു എന്ന് പറഞ്ഞു. അതോടുകൂടെ എനിക്ക് അവരോടുള്ള ഒരു മീൻസ് അതായത് നിങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ പണിതൊരു വീട്, നിങ്ങൾ 1 രൂപ പോലും അവരുടെ ആവേശമില്ലാതെ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി പണിത് കൊടുത്ത വീട്. അപ്പൊ ആ വീട്ടിൽ നിങ്ങൾ ഇപ്പോൾ ഓണസദ്യ അവർക്ക് വേണ്ടി കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രൊമോഷന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് 15,000 രൂപ കൊടുത്തു. 15,000 രൂപ അവർക്ക് കൊടുത്തു കഴിഞ്ഞാലേ അവരത് ഷൂട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഓണസദ്യ അവിടെ റെഡി ആക്കാനും അവർ കോപ്പറേറ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട്. ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങൾ ഫിറോസ്ക നമ്മൾ ഓക്കെ പറയും. ഇപ്പൊ പറഞ്ഞ വാക്ക്, അതായത് നിങ്ങൾ ദാനമായി നൽകിയ വീടാണ്, നിങ്ങൾ ഇടക്കിടക്ക് പറയുന്നുണ്ടല്ലോ, ദാനം നൽകിയ ഒരു വീട് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ താല്പര്യത്തിനനുസരിച്ച് ചിലപ്പോൾ ഫണ്ട് ചോദിച്ചെന്നൊക്കെ വരാം. അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസപ്രകാരവും ഇങ്ങനെ ഒരു നന്മയാണ് ചെയ്യുന്നത് എന്നുള്ള ബോധമുണ്ട് നിങ്ങൾക്ക്. അങ്ങനെ ചെയ്യുന്ന നന്മ പിന്നെ നമ്മൾ അതിലേക്ക് കൈകടത്തലുകൾ നടത്താൻ പാടും. ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ആ വീട് കൊടുത്തതിന് ശേഷം രേണു ഇടക്കിടക്ക് വിളിച്ച് അത് പറയുന്നു ഇത് പറയുന്നു എന്നുള്ളത്. ആ ഒരു വിഷയത്തിൽ ഞങ്ങളെടുത്ത സ്റ്റാൻഡ് എന്താ? താങ്കൾ പറഞ്ഞു ശരിയാണ്, ഒരു വീട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവരാണ് അതിന്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. പക്ഷേ ഇവിടെ രേണു ഇടക്കിടക്ക് വിളിച്ചു, അതേ വീട്ടിലേക്ക് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുമ്പോൾ ചില ആളുകൾ ചിലപ്പോൾ മാന്യതയുടെ പേരിൽ അല്ലെങ്കിൽ ഒരു സ്നേഹം ഉണ്ടാവില്ല പല ആളുകൾക്കും, അതിന്റെ ഭാഗമായിട്ട് പറയും എടുത്തോളൂ അതിനെന്താണ്. എല്ലാ മനുഷ്യന്മാരും അങ്ങനെ ആവണം നിർബന്ധമൊന്നുമില്ലല്ലോ. ആ ഒരു സാധനത്തിൽ നിങ്ങൾ നന്മ ചെയ്തിട്ട് അവസാനം ഈ ഒരു വാക്കുകൊണ്ട് അതൊരു തിന്മയിലേക്ക് പോയതുപോലെ എനിക്ക് തോന്നി. ഓക്കെ, ഇനി പറയുന്ന ഈ ഒരു വാക്ക്, ഇത് നിങ്ങൾ പറഞ്ഞ കറക്റ്റ് സാധന ഒന്ന് കേൾപ്പിക്കാം. പുറകെ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരെ പുറകെ ഓടുന്ന ഈ മൊബൈലും തൂക്കി ഓടുന്ന കുറച്ച് പിള്ളേരുണ്ട്. അവരെ പറഞ്ഞാൽ മതി, അവരാണ് ഇതിനെല്ലാം ഉത്തരവാദികൾ. അല്ലാതെ അവരെന്ത് പറഞ്ഞാലും അത് റീച്ചിന് വേണ്ടിയിട്ട് അത് ഇടുക, അല്ലെങ്കിൽ അവരെന്ത് പറഞ്ഞാലും അതൊക്കെ അവസാനിപ്പിക്കണം. നമ്മളൊരു കണ്ടന്റ് വരുന്നത് എന്താ പറയുക, സമൂഹത്തിന് നല്ലത് നൽകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൊബൈലും അല്ലെങ്കിൽ നിങ്ങളെ സോഷ്യൽ മീഡിയ പേജായാലും യൂട്യൂബ് പേജായാലും ഇതൊക്കെ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഇതേപോലുള്ള ഇതൊന്നും ഒരിക്കലും ഷെയർ ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കരുതെന്ന് എൻ്റെ വ്യക്തിപരമായി അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം. പിന്നെ രേണുവിനല്ല ഉത്തരവാദിത്തം. ഓക്കെ, രേണുവിനല്ല അതിന് ഉത്തരവാദിത്തം, അത് കറക്റ്റാ. ഈ വടിയും കുന്തും പിടിച്ച് ഇവരെ പിന്നാലെ നടക്കുമ്പോൾ ഇവരെന്തിനാണ് ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ കൊടുക്കുന്നത് എന്നുള്ള കാര്യം രേണു നോക്കുക. രണ്ടാമത്തെ കാര്യം, ഇത് ഒരു വല്ലാത്ത ഊള പരിപാടിയാണ്. ഇപ്പോൾ കുറെ എണ്ണുണ്ട്. ഇവർ നീലക്കുയിൽ എന്നൊരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. നീലക്കുയിൽ എല്ലാ ആക്ട്രസ്മാർക്കും സെലിബ്രിറ്റീസിനും ഭയങ്കര ദേഷ്യമുള്ള ഒരു സാധനമാണ് ഇപ്പൊ നീലക്കുയിൽ. അപ്പൊ നീലക്കുയിലിന്റെ ഫോട്ടോഗ്രാഫറിനെ വീഡിയോഗ്രാഫറിനെ ഇങ്ങനെ ട്രോളി തുടങ്ങിയ ആളുകൾ എന്തുകൊണ്ടാ വെച്ചാൽ ആദ്യം ആളുകൾ ആസ്വദിച്ചിരുന്നു. കാരണം പല രീതിയിലുള്ള സാധനങ്ങൾ നേവൽസ് ആണ് അയാൾ ഇട്ട് കാണിച്ചിരുന്നത്. പിന്നീട് ആളുകൾക്ക് വെറുപ്പ് തുടങ്ങാൻ തോന്നി. അതെന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെലിബ്രിറ്റീസ് തന്നെ ഇടപെടൽ നടത്താൻ തുടങ്ങി. നീലക്കുയിലാണോ ഒന്നിട്ട് വരണ്ട എന്നുള്ളൊരു കാര്യം. ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, നീലക്കുയിൽ എടുക്കുന്ന ആംഗിൾസ്. 2, ആ സെലിബ്രിറ്റീസ് ഇടുന്ന വസ്ത്രങ്ങൾ. അതുകൂടി നോക്കണേ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഇപ്പോ ഇതാണ് അവസ്ഥ. പിന്നാലെ വടിയും കൊണ്ടെടുത്ത് നടക്കുന്ന ആളുകൾക്ക് മറുപടി കൊടുത്താണ് രേണു ഈ ഒരു രീതിയിൽ ഏറെ കയറി ഇങ്ങനെയായി നിൽക്കുന്നത്. ഇനിയെങ്കിലും ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ നാണക്കേടാ. ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം ഇതായിരുന്നു. രേണു പറഞ്ഞ ഒരു കാര്യം കിച്ചുവിനെല്ലാം അറിയാം, കിച്ചുവാണ് എല്ലാം ചെയ്തെന്നുള്ളതാണ്. കിച്ചുവിന് അതിനുള്ള പക്വത ഇല്ലാത്ത സമയത്താണ് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളത്. അത് കിച്ചുവിന്റെ തലയിൽ വെക്കുന്നത് ശരിയല്ല. പിന്നെ ഫിറോസ്ക പറഞ്ഞ ചില കാര്യങ്ങൾ ഓക്കെയാണ്, ചില കാര്യങ്ങൾ ഓക്കെയല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ് ഓഫ്.